പിതാവാം ദൈവം നിങ്ങളെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്വർഗരാജ്യത്തിൽ ദൈവപുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കും. ആക്കാൻ പോവല്ല, ഇപ്പം തന്നെ അവിടെ ഇരിക്കുന്നത്. സ്വർഗത്തിൽ ഇരുന്ന ഭൂമിയിൽ ഭരിക്കുന്നവരാ നിങ്ങൾ ഞാൻ. അതുകൊണ്ടാണ് കൃപയുടെ ദാനം ലഭിച്ചവർ ജീവിതത്തിൽ എത്ര അധികം വാഴും. വാഴ്ചയുടെ മൂലപദം രാജ്യം, ഭരണരാജ്യം, രാജാവിന്റെ ഭരണം. അപ്പൊ രാജകീയ പുരോഹിത വർഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ടെറിട്ടറിയാ ഉള്ളത്. നിങ്ങളുടെ ഓഫീസായിരിക്കാം, നിങ്ങളുടെ കുടുംബമായിരിക്കാം. ആ ടെറിട്ടറിക്കകത്ത് ഇരുട്ട് വരാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്നെ വിട്ട സ്ഥലം അതുപോലെയാണ്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം അവസാനം അതിനകത്ത് എഴുതിയിരിക്കല്ലേ, നമ്മൾ വന്ന ദൈവരാജ്യത്തിന്റെ വഴികൾ പോലും സ്വർണം കൊണ്ടുണ്ടാക്കിയിരിക്കുന്നു. അതിന്റെ 12 വാതിലുകൾ 12 മുത്തുകൾ കൊണ്ട് കടഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലം. അത്രയും സമൃദ്ധിയേറിയ സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്നു. അപ്പൊ ആ സുപ്പീരിയർ കിങ്ഡം ലൈഫ് സ്റ്റൈൽ, അതാ ഈ മുഴുവൻ ബൈബിൾ പറയുന്നത്. പിന്നെയും നിങ്ങൾ പഴയതിലോട്ട് പോകാതെ, ജാതികൾ അവരുടെ അറിവില്ലായ്മ കാരണം, ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്നിരിക്കുന്നത് കാരണം, അവരുടെ വ്യർത്ഥ ബുദ്ധിയിൽ നിങ്ങളും നടക്കാതെ. ഇതെല്ലാം എന്തിനാ പറയുന്നേ? അതിന്റെ കാരണം ക്രിസ്തു എന്ന സാധ്യത പ്രതിബിംബിക്കുന്ന കണ്ണാടികളായി നമ്മൾ നിൽക്കിയ ഭൂമിയിൽ ദൈവത്തെ കാണിക്കാൻ വേറെ ആരാ ഉള്ളത്? യേശുവിനെ കുറിച്ച് പറയാൻ വേറെ ആരാ ഉള്ളത്? നിങ്ങളും ഞാനും അല്ലാതെ.